ഇടതുപക്ഷ കക്ഷി സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി. ഇതിൽ വരാപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഐക്യകക്ഷി സ്ഥാനാർത്ഥി ശ്രീ വിശ്വൻ പ്രധാന എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ ഗണപതി അയ്യരെ നിസ്സാര ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി. ഗൗരി പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി അല്ല നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ പരാജയം ഉറപ്പ്. തൊടുക്കുന്നുവെങ്കിൽ അത് ബ്രഹ്മാസ്ത്രമായിരിക്കണം. അപ്പൊ ഗൗരി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭാഗം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അയ്യരുടെ പക്കൽ നിന്ന് കമ്പനി പിടിച്ചെടുക്കണം. അതെ, എന്റെ ഊഹം ശരിയാണെങ്കിൽ വിഘ്നേശ്വര കാർബൈഡ് കമ്പനി ഉടൻ തന്നെ നമ്മുടെ കൈകളിലെത്തും. മനസ്സിലായില്ല. വിദഗ്ധമായ ഒരു അന്വേഷണം മൂലം അറിയാൻ കഴിഞ്ഞ രഹസ്യം എന്താണ്? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം. അയ്യരിൽ നിന്ന് നമ്മൾ കമ്പനി എഴുതി വാങ്ങുന്നത് തൊഴിലാളികളുടെ പേരിലായിരിക്കണം. അതെന്തിന്? നമ്മൾ വാക്ക് പാലിച്ചുവെന്ന് തൊഴിലാളികളെ ബോധ്യപ്പെടുത്താൻ. പിന്നെ നമ്മൾ പറയുന്നത് എന്തും വിശ്വസിക്കാൻ അവർ തയ്യാറാകും. അവരടിമകളാകും. അപ്പം മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. അല്ല എങ്കിൽ ഈ പദ്ധതിയുടെ പിന്നിലുള്ള ഉദ്ദേശം അവരറിയാൻ ഇടവന്നേക്കും. അയ്യരും ആള് മോശക്കാരനല്ലല്ലോ. തീർച്ചയായും. പറയൂ, എന്താണ് രഹസ്യം? വിഘ്നേശ്വര കാർബൈഡ് കമ്പനി ഉടമ അനന്തകൃഷ്ണ അയ്യർക്ക് ആയുധ കച്ചവടമുണ്ട്. യെസ്, ആധുനിക തരത്തിലുള്ള തോക്കുകളും വെടിക്കോപ്പുകളും ഏതോ പുറം രാജ്യത്ത് നിന്നും അയ്യരിലൂടെ പലയിടങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. കായലിന്റെ തീരത്തുള്ള കമ്പനി ഗോഡൌണാണ് ആയുധപ്പുര. പക്ഷെ പെട്ടെന്ന് കമ്പനി പൂട്ടിയതുകൊണ്ട് പുറത്തിറക്കാനാവാതെ കുറെ ആയുധങ്ങൾ ഇപ്പോഴും അതിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അപ്പോ കുറ്റം രാജ്യദ്രോഹം. പിടിച്ചാൽ പുറം ലോകം കാണാൻ പറ്റാത്ത വകുപ്പ്. അതെ, TADA, ടാഡ. പക്ഷേ സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് മൂവ് ചെയ്യാനാവൂ. അതിനെന്ത് ചെയ്യും? രാത്രി ഞാൻ വിളിക്കാം. അയ്യരിൽ നിന്നും കമ്പനി എഴുതി വാങ്ങാനുള്ള സ്റ്റാമ്പ് പേപ്പറുകൾ ഒരുക്കി വെച്ചോളൂ. ഇര ചൂണ്ടയിൽ കൊത്തിയാൽ പിന്നെ ഒരു നിമിഷം പോലും താമസിച്ചുകൂടാ. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. മിസ്റ്റർ അനന്തകൃഷ്ണ അയ്യരല്ലേ? മുതലാളി സൂക്ഷിക്കണം. അങ്ങയുടെ പൂട്ടിക്കിടക്കുന്ന കമ്പനി ഗോഡൌണിൽ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഉടൻ മാറ്റുക. പ്രതിപക്ഷം ഭരണപക്ഷമായ സ്ഥിതിക്ക് ഇനി എല്ലാം കീഴ്മേൽ മറിയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. പോലീസ് ഏത് നിമിഷവും അവിടെ എത്തും. ഹലോ, നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? മുതലാളിയുടെ ഉപ്പും ചോറും കറിയും തിன்று വളർന്ന നന്ദിയുള്ള ഒരു ഉഴപ്പാളി താൻ. ഹലോ, എന്തു തോന്നി? ഫോണിൽ കൂടി ആ വെപ്രാളം കേൾക്കുമ്പോഴേ അറിയാം സത്യം. സംഗതി അകത്തുണ്ട്. അവനിപ്പോ പുറത്തു വരും. ശീഘ്രമാട്ടും. ഇത് ഒന്നുമില്ല സാർ. ഓപ്പൺ ദ ബോക്സ്. ഇതെന്താണെന്ന് സത്യമാ ഞാൻ നാട്ടുക്ക് എന്ത് ദ്രോഹമോ ചെയ്യില്ലേ.
അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റ് ഒരു രാജ്യദ്രോഹ കുറ്റമായി ചാർജ് ചെയ്യരുത് സാർ. രക്ഷിക്കണം സാർ. പകരം ഞാൻ എന്തും തരാം, എന്തും. അച്ഛാ, വാക്ക് പാലിക്കുമെങ്കിൽ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഒന്ന്, നിങ്ങളുടെ പേരിലുള്ള വിഘ്നേശ്വര കാർബൈഡ് കമ്പനി തൊഴിലാളികളുടെ പേരിൽ എഴുതി തരിക. മറ്റൊന്ന്, ഇത്രയും ഗൗരവമുള്ള കുറ്റമായതുകൊണ്ട് നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കുറ്റമേറ്റെടുത്ത് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാകുക. അത് ജാമ്യം കിട്ടാത്ത വകുപ്പാണെന്ന് കരുതി പേടിക്കണ്ട. ജാമ്യവും പരോളും ഒക്കെ ഈ പരോൾ പത്മനാഭം വിചാരിച്ച ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ വാർത്ത പുറത്തറിഞ്ഞാൽ? അറിയില്ല. അറിഞ്ഞാൽ തന്നെ പത്രങ്ങൾ വലിയ തലക്കെട്ടിൽ എഴുതുന്ന അനന്തകൃഷ്ണ അയ്യർ കമ്പനി തൊഴിലാളികളുടെ പേരിൽ എഴുതി കൊടുത്തു എന്നുള്ള വാർത്തയുടെ മുന്നിൽ നിഷ്പ്രഭമായി പോകും. എന്തു പറയുന്നു? മിസ്റ്റർ അയ്യർ, ഇതിലിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു? രക്ഷപ്പെടാൻ ഇതുപോലൊരു വഴി തുറന്നു കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമല്ലേ? அப்பா கையெழுத்து போடுங்க. കമ്പനി നമ്മ പരമ്പര സ്വത്തടാ. ഇപ്പോൾ നോക്കിയ നമ്മുടെ പരമ്പര തന്നെ ഇല്ലാതാവും. പോടുങ്കപ്പ. അച്ഛാ, ബഹുത് അച്ഛാ. അപ്പ അമ്പിയെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. നാം പോയിട്ട് വരേ. കടവുളെ, ഇനി അയ്യർക്ക് പോകാം സമാധാനമായിട്ട്. ചെല്ലേ. ഗൗരി, the credit goes to you. അപ്പോ ഓപ്പറേഷൻ നമ്പർ 1 ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് ആരംഭിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തുറക്കപ്പെട്ട ജനങ്ങളുടെ കമ്പനി, മലിനീകരണമില്ലാത്ത കമ്പനി ഇനി നമുക്ക് പാഴാക്കാൻ ഒരു നിമിഷം പോലുമില്ല. കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ഓരോ ചുവടും. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് അരങ്ങൊരുക്കിയ അധ്വാനിക്കുന്നവന്റെ പ്രതിനിധിയായ ഗൗരിയെ അനുമോദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഈ കമ്പനിയിലെ സൈറൻ കേട്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്ത ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. ഈ ഫാക്ടറി വളപ്പിൽ തങ്ങി നിൽക്കുന്ന എന്റെ അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധം ഞാൻ അറിയുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഒരുവനായി നിങ്ങളോടൊപ്പം ഞാനുമുണ്ടാവും എന്ന്. அப்பா എന്നാച്ചേ? ആ പരോൾ പത്മനാഭൻ നമ്മളെ ശരിക്കും ചതിക്കായിരുന്നു. ഗണപതിക്ക് ജാമ്യം അനുവദിച്ചില്ല.
കരയാതെ മോളെ, അവന് കൊന്നും ആവാതെ. മാമയല്ലേ പറയുന്നത്, നീ അനാഥമ്മ. ചെല്ലേ. നമ്മുടെ ധാരണകളൊക്കെ തെറ്റി. ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചത് അവനാ. ഗൗരി, ഗൗരി, നീ പറിച്ചത് എന്റെ ചങ്ക. നിന്റെ ചങ്ക് പറിക്കാതെ വിടില്ല ഞാൻ, വിടില്ല ഞാൻ. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിന്ധുവിന്റെ വിവാഹം. ആ സ്ഥാനത്ത് നിന്ന് നടത്തിക്കഴിഞ്ഞപ്പോ മനസ്സിനൊരാശ്വാസം. യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്ത് അവളെ അനുഗ്രഹിച്ചയക്കാൻ എന്റെ അടുത്ത് അച്ഛൻ ഉണ്ടായിരുന്നത് പോലെ തോന്നി. അമ്മയുടെ സന്തോഷം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അവരെയൊക്കെ. പക്ഷെ ഇനിയും അതിനാവില്ല. സഞ്ചരിക്കുന്ന മാർഗം തെറ്റാണെന്നറിയാം. എങ്കിലും ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും, അല്ലേ? ഗൗരി മനഃപൂർവ്വം കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പറയൂ, ആരാണ് ഇത് ചെയ്തതെന്ന് ഗൗരിക്കറിയില്ല? ഇല്ല സർ. ഞാൻ വേണമെങ്കിൽ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു ഐഡന്റിറ്റി പരേഡ് നടത്താം. ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞാലോ? ആ മുഖം ഞാൻ ഓർക്കുന്നില്ല. താങ്കൾക്ക് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യാം. മഹേന്ദ്ര സാറ് പ്രത്യേകം താല്പര്യം എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നോ താങ്ക്സ്. ഓക്കെ, താങ്കളുടെ ഇഷ്ടം. എന്തിനാ പ്രൊട്ടക്ഷൻ വേണ്ടെന്ന് പറഞ്ഞത്? എന്റെ ജീവന് കാവൽക്കാരാവശ്യമില്ല. ശത്രുക്കൾ ഒത്തിരിയുണ്ട്, സൂക്ഷിക്കണം. പേടിയുണ്ടോ? പേടിച്ചിട്ടല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. ആഗ്രഹിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. എങ്കിലും സ്നേഹിച്ചു പോയി, അല്ലേ? ഡോക്ടർ വന്നിരുന്നോ? വന്നിരുന്നു. എന്തു പറഞ്ഞു? ആ മരുന്ന് തന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. 2 ദിവസമായിട്ട് നീ എന്താ മോളെ വരാതിരുന്നേ? ജോലി ഉണ്ടായിരുന്നമ്മേ. ആ, കൃഷ്ണനുണ്ണി വന്നിരുന്നു, നിന്നെ അന്വേഷിച്ചു. അയാൾ വന്നോ? ആ, നിന്നോടെന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കാണണ്ട ആ വൃത്തികെട്ടവനെ. ഇറക്കി വിടാൻ പറ്റുമോ? ബന്ധുവെന്നും പറഞ്ഞ് ആകെ ഇവിടെ കേറി വരാൻ അവരൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള ബന്ധുക്കൾ എന്തിനാ അമ്മേ? വരാതിരിക്കുക നല്ലത്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഹേയ്, ഒന്നുമില്ല ചേച്ചി, കൃഷ്ണുണ്ണിയായിട്ട് വന്നിരിക്കണു. മാലുവിന്റെ കൈക്ക് കുപ്പിവളകളെക്കാൾ ചേർച്ച സ്വർണവളകളാ. പോകുന്നതിന് മുമ്പ് ഞാനത് വാങ്ങിച്ച് തരും. മാലു, അമ്മ വിളിക്കണു. 2 ദിവസം ഗായത്രിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. അമ്മ പറഞ്ഞു. പുതിയ ജോലിയൊക്കെ എങ്ങനെ? കൊള്ളാം. ഈ വീട്ടിലെ കുട്ടികള് ജോലിക്ക് പോണോന്ന് കേട്ടപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ നിനക്ക്? അതെന്താ? അല്ല, ഈ സ്ത്രീലമ്പടന്മാരായ ആണുങ്ങളാണല്ലോ പുറത്ത് മുഴുവൻ. അവരുടെ കൂടെയൊക്കെ ജോലിക്ക് പോകാന്ന് പറഞ്ഞ എന്താ കാണണോന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, ഗായത്രിയെ ഒന്ന് കാണണം. പിന്നെ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങള് അങ്ങോട്ട് തുറന്നു പറയണം. അയ്യോ, കാതില് വെറും മുത്താണോ? എന്താ ഗായത്രി, പേടിച്ചു പോയോ? ഓ, മുത്താനാന്ന് വിചാരിച്ചല്ലേ? നിങ്ങളെപ്പോലുള്ള മാനസിക രോഗികളെ കണ്ടാൽ എങ്ങനെ പേടിക്കാതിരിക്കും? നോക്ക്, ഈ കൃഷ്ണനുണ്ണിയേട്ടൻ കൈ നിറച്ച് കാശുമായിട്ടാ വന്നിരിക്കണേ.
ചോദിക്കാം, എത്ര വേണമെങ്കിലും. ദുബായിക്ക് പോണേന് മുമ്പ് ഞാൻ പറഞ്ഞത് ഓർക്കണുണ്ടാവും. ഇറങ്ങി പോടാ പുറത്ത്. നീ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? പട്ടിണി സഹിക്കാതായപ്പോ ഞങ്ങൾ ശരീരം വിറ്റു തുടങ്ങിയെന്നോ, അതോ നിന്റെ കാശി കൊണ്ട് മയങ്ങിപ്പോയെന്നോ? തെറ്റി കൃഷ്ണനുണ്ണി, നിനക്ക് തെറ്റി. തെറ്റിയെന്ന് എനിക്കും തോന്നി. എന്നാ ഇനി വൈകിക്കണ്ട, ചെല്ലേ.